കമൽ തുടരുന്നുണ്ട്. കമൽ, നടപടികൾ പൂർത്തിയായോ? വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചോ? ഇന്ന് തന്നെ നേരെ കൊണ്ടുപോകുമോ? അക്കാര്യങ്ങളിലൊക്കെ പുതിയ വിവരങ്ങൾ അവർ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നുണ്ടോ? രതീഷ്, ഇപ്പോഴും ആനയെ ബന്ധിക്കുന്ന, ആനയ്ക്ക് പ്രാഥമികമായ ശുശ്രൂഷകളൊക്കെ നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ട്രോളിന് ചുറ്റുമൊക്കെ ദൗത്യരംഗത്തിലെ ആളുകൾ കയറി നിന്ന ആനയ്ക്ക് താൽക്കാലികമായ മരുന്നുകളോ സ്പ്രേ അടിക്കുന്ന ദൃശ്യമൊക്കെ കാണുന്നുണ്ട്. എന്താണ് ദൃശ്യം ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും പ്രാഥമികമായ ശുശ്രൂഷകളൊക്കെ നൽകുകയാണ്. ആന ട്രോളിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ എലിഫന്റ് ആംബുലൻസ് നീങ്ങേണ്ട കാര്യമേ ഉള്ളൂ. ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് ഈ ആന ഇവിടെ എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ ആനയുടെ റൂട്ട് മാപ്പ് ഒക്കെ കാണിച്ചു. എനിക്ക് തോന്നുന്നു അത് പക്ഷേ കേരളത്തിലേക്ക് കടക്കുന്നത് മുതലാണ് നമ്മൾ കാണിച്ചത്. ആനയെ വിട്ടത് ബന്ദിപ്പൂരിലാണ്. ബന്ദിപ്പൂർ വനമേഖലയ്ക്ക് അകത്തുകൂടി സഞ്ചരിച്ച് കബനി നദി മുറിച്ചു കടന്ന് വേണം നാഗർഹോള നാഷണൽ പാർക്കിൽ ടൈഗർ റിസർവിൽ എത്തണമെങ്കിൽ. അത്തരത്തിൽ കബനി നദി നാഗർഹോളയിൽ നിന്നാണ് വയനാട്ടിലേക്ക് കടന്നത് എന്നാണ് റേഡിയോ കോൾ സിഗ്നലിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ബന്ദിപ്പൂരിൽ നിന്ന് അത് സഞ്ചരിച്ച് കബനി നദി മുറിച്ചു കടന്ന് നാഗർഹോളയിൽ എത്തുന്നു. നാഗർഹോളയിൽ നിന്ന് തോൽപ്പെട്ടി വനമേഖല വഴി തിരുനെല്ലി ഭാഗത്തെത്തുന്നു. തിരുനെല്ലിയിൽ നിന്ന് മക്കിമല വഴി മാനന്തവാടി തലശ്ശേരി റോഡിന്റെ ഭാഗത്തേക്ക്, തലപ്പുഴ പേരിയ ഭാഗത്തേക്ക് എത്തുന്നു. അവിടെ നിന്ന് മാനന്തവാടി നഗരത്തിലൂടെ തന്നെ വേണം ഈ ഇടവക പഞ്ചായത്തിലേക്ക് പോകാൻ. പക്ഷേ ഒരുപക്ഷെ അത് നഗരത്തിന്റെ സമീപത്ത് കൂടി എങ്ങാനായിരിക്കും പോയിരിക്കുക. ആളുകൾ കണ്ടിട്ടില്ല. കുഴിനിലം എന്ന സ്ഥലത്തൊക്കെ കണ്ടെന്ന് പറയുന്നത്. പക്ഷേ ടൗണിന്റെ പരിസരത്ത് വരാതെ അത് ഇടവക പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. ഇന്ന് രാവിലെ ഇടവകയിൽ നിന്ന് പുഴ, മാനന്തവാടി പുഴ വീണ്ടും നീങ്ങിക്കിടന്ന് അതിന്റെ ഒരു ദൃശ്യം, നമ്മളൊരു മൊബൈൽ ദൃശ്യം നൽകിയിരുന്നു. അത് ദൃശ്യം കാണിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പുഴ, മാനന്തവാടി പുഴ നീന്തി പുതിയ ദൃശ്യങ്ങൾ കാണാം. ആനയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആർപ്പ് വിളിക്കുകയാണ്. നേരത്തെയുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണാം. കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് തണ്ണീരെന്ന കാട്ടാനയെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയത്. കോന്നി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കുങ്കിയാനകൾ ബലം പ്രയോഗിച്ചതിനാണ് ഈ ആനയും വാഹനത്തിലേക്ക് കയറ്റിയ ആ ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണാം. തണ്ണീരിന്റെ മയക്കവടി വെച്ച് തളച്ച് കാട്ടിലേക്ക് മടക്കുമ്പോൾ നമ്മൾ ഓർക്കുക, സ്വാഭാവികമായും അരിക്കൊമ്പനെ തന്നെയായിരിക്കും. ആ ദൗത്യമാരും മറന്നിരിക്കാൻ സാധ്യതയില്ല. ആ ദൗത്യം നടന്നത് പകലായിരുന്നു, ഒരു വൈകിട്ടായിരുന്നു. വലിയ മഴയുണ്ടായിരുന്നു. ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ, മയക്കവടി വെച്ച് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആ ദൃശ്യം ഒരല്പം അത്ഭുതത്തോടു കൂടി തന്നെ തത്സമയം നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടതാണ്. ഇതിപ്പോൾ രാത്രിയാണ്. രാത്രി വൈകി വലിയൊരു ശ്രമകരമായ ദൗത്യം അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു. ആനകൾക്ക് അതിൻ്റെ ആവാസ മേഖലയിൽ കഴിയാനുള്ള അവസരം നമ്മൾ ഒരുക്കേണ്ടതല്ലേ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജനവാസ മേഖലകളിൽ അക്രമം കാട്ടുന്ന ആനകളെ അവിടെ നിന്ന് മാറ്റുകയല്ലാതെ മറ്റു പോംവഴിയില്ല എന്നതായിരുന്നു വനം വകുപ്പിന്റെയും നിലപാട്. അന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 കുങ്കിയാനകൾ, ആ കുങ്കിയാനകളാണ് ഈ ദൗത്യത്തിനും നേതൃത്വം നൽകുന്നത്. കോന്നി സുരേന്ദ്രനും സൂര്യനും വിക്രമുമാണ് ഈ ദൗത്യത്തിനും നേതൃത്വം നൽകിയത്. അത് കോന്നി സുരേന്ദ്രനും വിക്രമനും സൂര്യനും ഒക്കെ വലിയ ആരാധകരുണ്ടായിരുന്നു. അവരുടെ പാപ്പാന്മാർക്ക് വലിയ ആരാധകർ രൂപപ്പെടുന്നത് കണ്ടു. അതേസമയം തന്നെ അരിക്കൊമ്പനെയും ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. ആനയോട് ചെയ്തത് നീതിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക തുടങ്ങിയ ചോദ്യങ്ങളുണ്ടായിരുന്നു. കോടതിയിലേക്ക് വിഷയം നീണ്ടതാണ്, എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെടലുണ്ടായി. ഉദ്യോഗസ്ഥ സംഘത്തെ പഠിക്കാനായി നിയോഗിച്ചു, നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി നിയോഗിച്ചു. അതിനുശേഷം ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു. ഹൈക്കോടതി ഉൾപ്പെടെ തീർപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് അരിക്കൊമ്പൻ മിഷൻ അത് പൂർത്തീകരിച്ചത്. മൂന്നാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കാട് മാറ്റപ്പെട്ട അരിക്കൊമ്പനെ ആരും മറക്കാൻ ഇടയില്ല. ഇന്ത്യയിൽ ശല്യക്കാരായ ആനകളെ കാട് കടത്തുക എന്നത് അതൊരു പുതുമയുള്ള കാര്യമല്ല. 1980കളിൽ തന്നെ ഇന്ത്യയിലെ പല ഭാഗത്തും ഇത്തരം ആനകളെ മറ്റു കാടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരം ദൗത്യങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോഴും മാനന്തവാടിയിൽ ഉൾപ്പെടെ സംഭവിക്കുന്നത്. കാട് കടത്തുന്ന ആനകൾ ഒരു സംസ്ഥാനം വിട്ട് വനത്തിലൂടെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പ്രശ്നക്കാരായി എത്തുന്ന സംഭവങ്ങൾ അത് നിരവധിയുണ്ട്. അതേസമയം തന്നെ അവർ തിരികെ പിടികൂടിയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയ സംഭവങ്ങളും പലയിടത്തും റിപ്പോർട്ട് ചെയ്തതായി നമ്മൾ വായിച്ചിട്ടുണ്ട്. കാട്ടുമൃഗങ്ങൾക്ക് എന്ത് അതിർത്തി എന്ന സ്വാഭാവികമായ ചോദ്യവും സംശയവും നമുക്കുണ്ടാവുക. സംസ്ഥാനങ്ങളുടെ അതിരും മറ്റുമൊക്കെ നമുക്കല്ലേ, മനുഷ്യർക്കല്ലേ. പിടികൂടി കാട് കടത്തുന്ന ആനകൾ വനാതിർത്തി ഭേദിക്കുന്നവരാണ്. ചിലർ പഴയ വാസമേഖലയിലേക്ക് തിരികെ വരാൻ ശ്രമിക്കും. മറ്റു ചിലർ ഇറക്കിവിട്ട സ്ഥലം അവരുടെ തന്നെ സാമ്രാജ്യമാക്കി മാറ്റും. അവിടെ മേധാവിത്വം സ്ഥാപിക്കും. ചില ആനകളാകട്ടെ നാടോടികളെ പോലെ കാട് ചുറ്റും എന്നും ഈ മേഖലയിലെ വിദഗ്ധർ പറയാറുണ്ട്. ചിന്നക്കനാലിലെ ശല്യക്കാരനായ അരിക്കൊമ്പനെ പിടികൂടി കേരളത്തിന്റെ ഭാഗമായ പെരിയാർ ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോയി തുറന്നു വിട്ടത് നമുക്ക് ഓർമ്മയുണ്ടാവും. ആ യാത്ര തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടതും ഓർമ്മയുണ്ടാകും. അരിക്കൊമ്പനോട് ചെയ്യുന്നത് ക്രൂരതയാണ് എന്ന വികാരം പലർക്കും ഉണ്ടായിരുന്നു. അതേസമയം ഇതല്ലാതെ മറ്റു വഴിയില്ല.
എന്ന നിലപാടും അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ഏപ്രിൽ അരിക്കൊമ്പനെ പെരിയാർ ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോയി. വലിയ വനമേഖലയാണ്, കേരളത്തിലെ വലിയ ടൈഗർ റിസർവ് വനമേഖലയാണ്, സംരക്ഷിത മേഖലയാണ്. ആ മേഖലയിലേക്ക് കൊണ്ടുപോയി അരിക്കൊമ്പന്റെ റേഡിയോ കോളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ആന എവിടെയാണ് ഉള്ളത് എന്ന് നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും ആ സിഗ്നൽ ലഭിച്ചിട്ടില്ല കൃത്യമായി എന്നും അന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തിരികെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമം അരിക്കൊമ്പന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന സൂചനകളും മറ്റും അന്ന് വാർത്തയായി. മനുഷ്യരെ കണ്ടും അരിമോഷ്ടിച്ചും ശീലിച്ച അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ കമ്പം തേനി ഭാഗത്തെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് നമ്മൾ പിന്നീട് കണ്ടു.